അപ്പം നമ്മുടെ സൽമയുടെ വണ്ടി ഏകദേശം സെറ്റല്ലേ ഇപ്പോൾ ഓക്കെ. ഇനി നല്ല റോഡാണ്, ഇവിടെ വരെയും നല്ല റോഡാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് വളരെ മോശമാണ് വഴി. പിന്നെ എൻ്റെ ഉമ്മായും ഉപ്പായൊക്കെയാണ് ഞാനില്ലാത്ത സമയത്ത് സൽമയെ നോക്കുന്നതും. ഞങ്ങളെ നോക്കുന്ന പോലെയാണ് സൽമ. ഞാൻ കൊണ്ടുപോലേ? അത് ശരി. ഒന്നാവൂലേ? ഇല്ലേ? എനിക്ക് പറയാനുള്ളത് എല്ലാരും കാണണം, ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്യണം. ചെയ്യേ ഈ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാ, പിന്നെ അതൊക്കെ ചെയ്യണം. ബെല്ലൈക്കൻ നിൽക്കുക. അതെ, അതൊക്കെയാ വേണ്ടത്. അതൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എല്ലാരും. സൽമ എന്താടി? എന്താണ് പോവാ? മാറ. ബാ. ഇവിടെ നിന്നട്ടാ. ഓക്കെ അല്ലേ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ ഇതെൻ്റെ ഉമ്മയാണ്. പിന്നെ എല്ലാവരും കുറേ ആയി പറഞ്ഞിട്ട് ഉമ്മായും ഉപ്പായും ഫാമിലി എല്ലാം കാണിക്കാൻ. പിന്നെ അപ്പോൾ ഫാമിലി എല്ലാവരും ഇവിടെ ഇല്ല, പിള്ളേർ സ്കൂളിൽ പോയി. പിന്നെ വൈഫിൻ്റെ വീട്ടിലാണ്. പിന്നെ വാപ്പയും ഉമ്മയും ഞാനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. വാപ്പ ഇപ്പോൾ കടയിൽ പോയതാണ്, ഇപ്പോൾ വരും. പിന്നെ എൻ്റെ ഉമ്മായും ഉപ്പായൊക്കെയാണ് ഞാനില്ലാത്ത സമയത്ത് സൽമയെ നോക്കുന്നതും. ഞങ്ങളെ നോക്കുന്ന പോലെയാണ് സൽമ ഞങ്ങളുടെ കുട്ടി എന്ന് പറഞ്ഞ പോലെയാണ് നോക്കണത് അല്ലേ? പിന്നെ നമുക്ക് എന്തായാലും സൽമയെ വണ്ടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് കാണിക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മളൊരു ഷെഡാണ് കേട്ടോ. ഷെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കാപ്പിത്തോട്ടാണ്. ഈ സൈഡിൽ കൂടെ ഒക്കെ കാപ്പിത്തോട്ടം. അതിൻ്റെ നടുക്കാണ് ഞങ്ങളെ ചെറിയൊരു വീട്. പിന്നെ ഇത് പണിക്കാരൊക്കെ ഇങ്ങനെ ഡ്രസ്സ് മാറുന്നതും ചോറ് കഴിക്കുന്നതും പിന്നെ സാധനങ്ങൾ എടുത്തു വെക്കണതും അല്ലേ, ഈ മറ്റേ കൈക്കോട്ട് കത്തി അതൊക്കെ എടുത്ത് വെക്കണതും. പിന്നെ ഇതിനകത്തൊരു സോഫ സെറ്റിങ് കട്ടിലൊക്കെ ഉണ്ട്. ഞാൻ ഇതിനകത്ത് കയറിയിരുന്നിട്ടാണ്. നമ്മളെ എഡിറ്റിംഗ് റൂമും കൂടിയാണ് ഇട്ടത്. ഞാൻ കാണിച്ചു തരാം അത്. നമുക്കിത് കെട്ടിയാലോ? എന്തായാലും നമുക്ക് സൽമയെ ആദ്യം ഒന്ന് കെട്ടി റെഡിയാക്കാം കേട്ടോ. അവിടെ നിന്നോ. ഇത് നമ്മളങ്ങനെ കുറേ അതിലെടുത്തിട്ട് കാറ്റ് കുറവാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കാറ്റടിക്കട്ടെ. കാറ്റ് കേറണില്ലല്ലോ. അതിൽ കേറി കുറവാ. കുഴപ്പമില്ല, കുറച്ച് മതിയില്ലേ? ഇപ്പം എന്തായാലും നമ്മുടെ വണ്ടി കാറ്റടിച്ച് സെറ്റായി അല്ലേ പരമ? ഇനി സൽമയുടെ മേത്ത് നമുക്ക് ആ സാധനമൊക്കെ കെട്ടണം. വാ, അതായത് ഇതാണ് സൽമയുടെ വണ്ടി കെട്ടുന്ന ഒരു സെറ്റപ്പ് കേട്ടോ.
ആദ്യം തന്നെ നമ്മളേ ഈ ബിറ്റ് ഇട്ട് കൊടുക്കണം. ഈ ബിറ്റ് ഇട്ട് കൊടുത്താൽ പിന്നെ സൽമ അടങ്ങി നിന്നോളും. ഇല്ലമ്മ? ഇതാ ബിറ്റ് ഇങ്ങനെ ഇടുക കേട്ടോ. ഇതെന്താ ഇതിൻ്റെ വായിൽ കുത്തി കയറ്റണമെന്ന് വിചാരിക്കരുത്, ഇങ്ങനെ തന്നെയാണ് ബിറ്റ് ഇടുക കേട്ടോ. ഇനി ഇപ്പം ഇതിന് സൽമയ്ക്ക് മനസ്സിലായി എന്തോ ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഈ ബിറ്റ് ഇടുമ്പോഴേ ഇനി കയറി റൈഡ് ചെയ്യാനാണോ വണ്ടി കെട്ടാനാണോ അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു തോന്നൽ വരും. അപ്പോൾ എന്തായാലും സൽമ അടങ്ങിയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ കെട്ടി സെറ്റാക്കാം. ഇതൊക്കെ സാധാരണ കുതിരവണ്ടിക്കുള്ളത് മേടിക്കുകയാണ് ചെയ്യുക. നമ്മളിത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാട്ടോ. ഈ വണ്ടിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാട്ടോ. ഇതിൻ്റെ കിറ്റിനൊക്കെ എങ്ങനെ ഈ പുറത്ത് കെട്ടുന്ന കിറ്റിനൊക്കെ ഭയങ്കര വിലയാണ്, 16,000 17,000 ഒക്കെയാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയത് തന്നെയാണ്. പിന്നെ അതുപോലെ വണ്ടി നമുക്ക് മേടിക്കാൻ ഞാൻ നോക്കി, പക്ഷെ ഭയങ്കര വിലയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇത് കണ്ടോ, ഇതാണ് നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിങ്. ഇടത്തോട്ടും വലത്തോട്ടൊക്കെ വളയുന്നൊരു സാധനമാണ്. അത് നമുക്ക് ഇവിടെ കൊളുത്തിടണം. പിന്നെ ഇപ്പുറത്തും അതുപോലെ ഉണ്ട് വരണം. ഇത് കണ്ടോ, അത് നമ്മൾ ഇവിടെ കൊളുത്തിടണം. ഇത് നമ്മുടെ വാപ്പ വന്നു കേട്ടോ. ഇതാണ് നമ്മളെ വാപ്പ. ഇത് അവിടെ ഓണാണ്. ഇല്ല, വെറുതെ ഒന്ന് കെട്ടാൻ. എല്ലാരും ചോദിക്കുന്നുണ്ട് വാപ്പയമ്മ എവിടെയെന്ന്. ഞാനില്ലാത്തപ്പോ എൻ്റെ വാപ്പയും ഉമ്മ തന്നെയാണ് കേട്ടോ സൽമയെ നോക്കണതേ. അതുകൊണ്ട് എന്നെക്കാളും സ്നേഹം ഉപ്പാനോടും ഉമ്മാനോടും അല്ലേ? ഉണ്ടാ കൈയെടുക്കാൻ പറഞ്ഞാലേ കൈയെടുക്കുള്ളൂ. കാലെടുക്കുക പറഞ്ഞാൽ അവളെ അങ്ങനെ കൈമ പിടിച്ചിട്ട് കാലെടുക്കാൻ പറഞ്ഞാൽ ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യണം. കണ്ടോ, ഇത് സെറ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ അടിയിലൊരു ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പ് വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ബുദ്ധിമുട്ടാണ് അങ്ങനെ തൊഴിലിട്ട്. അരെ ഇത് ഇതാക്കണോണ്ടപ്പാ. സൽമക്കേ കുറേ ദിവസമായില്ലേ ഇതൊക്കെ നമ്മൾ വെച്ച് കെട്ടിയിട്ട്. അതിൻ്റെതായ കുറുമ്പുണ്ട് അല്ലേ? നല്ല ദേഷ്യത്തിലാ കേട്ടോ. ഇനി നമ്മൾ വണ്ടി സൽമൻ്റെ പുറത്ത് കെട്ടണം. ആ കയറ് കൂടി ഇതിങ്ങനെ കെട്ടി. ആ ഈ കയറ് ഇത് എടുക്കുക. അതങ്ങനെ തന്നെ. ഇതിവിടെ ഇങ്ങനെ കെട്ടിയാൽ മതി. അപ്പോൾ ഇത് അത് അടിയിൽ കൂടെ കിട്ടണപ്പാ. ഇനി അത് ഇതേപോലെ കെട്ടണം. എവിടം വരെ പോകുന്നത്? വെറുതെ ഒന്ന് ഓടിക്കാനമ്മ. ആ ഇവിടെ അല്ല, റോഡിലൊക്കെ ഇറങ്ങണ്ട. റോട്ടിൽ ഇവിടെ മെല്ലെ പോകണോട്ടോ. ഇവിടുന്ന് ചാലി ചേർന്നത് ഇവിടെ അല്ലേ? ചാലി ചാലിയല്ലേ മറിയും. ആ ചാലൊന്ന് കൊത്തിമോടുണ്ട് മേഡം. ഏതാണ്? ഇവിടെ വണ്ടി പോയ ചാലേ. അപ്പം നമ്മുടെ സൽമയുടെ വണ്ടി ഏകദേശം സെറ്റല്ലേ? ഒരു വടി എല്ലാം കെട്ടിയില്ലേ? എന്നാലും നമ്മളിത് കുറേ ആയി ചെയ്തിട്ടേ. അപ്പോൾ അതിൻ്റെതായ ഒരു ഇടങ്ങറുണ്ട് ഇതിന്. വടി കൂടി ഇരിക്കാം. പക്ഷെ കയറി ഇരുന്നോളി. ഞാൻ പതുക്കെ അങ്ങനെ കൊണ്ടുപോയി. അവിടുന്ന് പറ്റില്ല. അല്ല കയറി ഇരുന്നോളി. അവിടുന്ന് പറ്റൂലേ. ഇപ്പൊ ഇവിടെ കയറിക്കോളി. ഞാൻ കൊണ്ടുപോകില്ലേ? അത് ശരി. ഒന്നാവൂലേ? മറിയവിടെ ഇല്ലേ? പോകാം. ഉമ്മച്ചി ഇവിടെ ഒക്കെ അല്ലേ? ഞങ്ങൾ റൗണ്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മളെ ഇവിടെ നമ്മുടെ ഈ റോഡ് അത്ര ശരിയല്ല. അത് ഒരു സാധാരണ വഴിയാണ്. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ സ്കൂട്ടിയൊന്നും ഇങ്ങോട്ട് തീരെ കയറില്ല. ഞാനപ്പോൾ താഴെ ഒരു വീട്ടിലാണ് വെക്കൽ. കൈ പൊക്കാൻ വയ്യ. കഴിഞ്ഞ വീഡിയോയിൽ എവിടെ വീണിട്ടേ ഭയങ്കര വേന. അപ്പോൾ എന്നാലും ഞാൻ താഴോട്ടൊന്ന് പോയിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ കാണിക്കാതെ. ബാ ഉമ്മച്ചി ഇവിടെ ഒക്കെ അല്ലേ? ഞങ്ങൾ പോയിട്ട് വരാം. ബാ. ഓ ആ ഇല്ലേ? ഇതൊക്കെ കാപ്പിത്തോട്ടാട്ടോ. രണ്ട് സൈഡിലും കാപ്പിത്തോട്ടാണ്. കണ്ടാ, കാപ്പിത്തോട്ടിൻ്റെ നടുക്കാണ് ഞങ്ങളെ വീടിട്ടാ. ശരിക്കും പറഞ്ഞാൽ ഈ വഴിയൊന്നുമേ
മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഞാൻ താഴെ കൊണ്ടുവച്ചിട്ട് രാത്രിയൊക്കെ നടന്നു വരില്ല. എന്താ വെച്ചാൽ അത്രയും ഡേഞ്ചറാണ് വഴി. പുല്ലായിട്ടേ വഴുക്കും, കിടന്ന് കറങ്ങി ക്ലച്ചൊക്കെ പോയി അങ്ങനെയൊക്കെയാണ് നമ്മുടെ വഴി കേട്ടോ. ഇവിടെ വണ്ടി കയറിയിട്ടൊരു ചാലുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈ പിടിച്ച് പോകണം കേട്ടോ. ഇപ്പോൾ ഓക്കെ, ഇനി നല്ല റോഡാണ്. ഇവിടെ വരെയും നല്ല റോഡാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് വളരെ മോശമാണ് വഴി. ഇനി കുഴപ്പമില്ല, നല്ല റോഡാണ്. നിങ്ങൾ പോന്നോളൂ അല്ലേ? ആയി അതൊക്കെ പോയാൽ മതി. ഓ ഓ ഓ ഓ ഓ. ഓ ഏ പിന്നെ ഇപ്പം നമ്മുടെ 5-6 മാസമായില്ലേ കൊണ്ടുപോയിട്ട്? 5-6 മാസമായത്. കഴിഞ്ഞ മഴക്കാലം തുടങ്ങിയ പിന്നെ കൊണ്ട് നിർത്തിയല്ലേ. അതാ ഒരു എന്താ നടക്കണമെന്നറിയോ, റോട്ടിൽ കൂടെ കുറേ കൊണ്ടു കിടക്കണം, പ്രാക്ടീസ് ആവണം അല്ലേ? അതാണ് പ്രശ്നം. നമ്മളെ സർമ്മക്ക് കുറുമ്പ് കൂടി. എന്താ വെച്ചാൽ നമ്മൾ ഈ ഫുഡ് ഇങ്ങനെ കൊടുത്തിങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഇതിനൊരു ഓട്ടവും ചാട്ടവും ഒന്നുമില്ലല്ലോ, ഒരു കളിയില്ലല്ലോ. വെറുതെ അഴിച്ചു വിട്ട് തീറ്റിക്കും, ഇതിലൊക്കെ ഇങ്ങനെ ഓടി നടക്കും. കയറ് വിട്ടാലും ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കും, ദൂരെയൊന്നും പോകില്ല. പക്ഷെ കുറുമ്പ് കൂടുതലല്ലേ? സ്ഥിരം പോകണതല്ലായിരുന്നോ? പിന്നെ എല്ലാം അറിയുന്നായിരുന്നു, പക്ഷെ മറന്നുപോയി. ഇപ്പം എല്ലാം മറന്നുപോയി. ഇപ്പം അങ്ങനെ ഒരു ഇതായി. എന്തായാലും ഇതിനെ ആയിക്കോളൂ. ഇന്നിപ്പോ നാളെയും കൂടി ഒന്ന് ഓടിക്കുമ്പോൾ ലെവലായിക്കോളൂ. റെഡിയാവും അല്ലേ? എന്നാലും വണ്ടിയൊക്കെ വരുമ്പോൾ സൈഡ് വരുന്നുണ്ടല്ലോ. ഇതിൽ അഴിച്ച് കട്ടാലേ? മതി. എന്താണ് അഹമ്മദി വേറൊന്നുമല്ല. അതന്നെ, അഹമ്മദി കൂടി. തിന്നാൻ കൊടുത്തിട്ടേ അഹമ്മദി കൂടിയില്ലേ? അഹമ്മദി കൂടിയില്ലടി. അഴിച്ചു നോക്കാം അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് സൽമാന്റെ വിശേഷം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ഇടങ്ങാറാക്കുക നമ്മളേ. അല്ല, ഞാൻ പേടിച്ചു പോയി. ആ റൂട്ട്, ആ തോടിന്റെ സൈഡില്ല പാലം, അവിടുന്ന് ഞാൻ പേടിച്ചു. അവിടുന്ന് തോട്ടിക്കോയോ? ആ സൈഡിലേക്ക് അങ്ങോട്ട് പോയി. എന്താ പറയാ, അതാണ് പേടിയായി. കുഴിയുള്ളതെന്ന് അറിയില്ലല്ലോ. ഈ അളിയനൊരു പോക്ക് അങ്ങോട്ട് പോകും, നമ്മൾ കൂടെ അങ്ങോട്ട് പോയി അല്ലേ? സൈഡ് കൊടുക്കാറില്ലേ, അറിയില്ലല്ലോ. എല്ലാം അറിയായിരുന്നു. ഇതിനു വേണ്ടി ഉണ്ടാക്കി ഞാൻ ടൗണിൽ കൂടെ ഒക്കെ പോണ നമ്മളെ പഴയ വീഡിയോ കണ്ടില്ലേ? പക്ഷെ ഈ പോണതല്ലേ. പക്ഷെ ഇപ്പൊ എല്ലാം ഇതായിപ്പോയി, മാറിപ്പോയി. എന്തായാലും അഴിച്ചു വെക്കാം അല്ലേ? ഇനി കൊഞ്ചിക്കുമ്പോ നീ കൊഞ്ചി അങ്ങനെ കുട്ടികളെ മാതിരിയായി. ഇപ്പൊ വണ്ടി എടുത്ത് നോക്കുമ്പോ എനിക്ക് പറ്റണില്ല അല്ലേ? വിളവത്തി സംഗതി വിളവത്തിയാണ്. അതെ അതെ, ഈ ഓടാൻ പോയടി സൽമ തെറ്റിരിക്കണ തോന്നുന്നു. ഉമ്മച്ചിനോട് എന്തൊക്കെയോ കാട്ടീനു. സൽമ തെറ്റിരിക്കാണ് നമ്മള്. സലിമേ ഓടാൻ പോയിട്ട് തെറ്റീന്ന്. ആരോട് ഇപ്പൊ മിണ്ടണില്ല.
ഓടാൻ പോയിട്ടേ തെറ്റിക്കാണ്. തെറ്റിയാ ഇന്ന് നീ ഓൾക്ക് ചോറും വേണ്ട പുല്ലും വേണ്ട വെള്ളവും വേണ്ടാന്ന് നീ കുടിക്കൂലെന്ന് ഇന്ന് സൽമക്ക് ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഉണ്ടാക്കിക്കണമ്മ? ഗോതമ്പ് ചോറ്. ഗോതമ്പ് ചോറ് വെച്ച് ഗോതമ്പ് കൊണ്ട് ചോറൊക്കെ വെച്ചിട്ടാണ് ഇന്ന് സൽമക്ക്. അല്ല അടിപൊളി ചോറാ. ഗോതമ്പ് ബിരിയാണിയാണ് ഇന്ന് സൽമക്ക് സ്പെഷ്യൽ കേട്ടാ. ഗോതമ്പ് ബിരിയാണി. ഗോതമ്പ് ബിരിയാണി തിന്നോ? അപ്പോൾ ഇതൊക്കെയാണ് സൽമന്റെ വിശേഷം കേട്ടോ. പക്ഷേ സൽമ നമ്മൾ വിചാരിച്ച മാതിരില്ല, തീരെ അനുസരണല്ലപ്പാ. അതൊക്കെ ഞാൻ ആ വളവെന്ന് പേടിച്ചു പോയി. അതൊരൊറ്റ പോക്കാ തോടിന്റെ ഒടുക്കി. വേറെ വണ്ടി വന്നീനു. അപ്പൊ സൈഡ് കൊടുക്കാൻ വേണ്ടി ഓള് റോട്ടിക്കാ പോരെ. ഞാൻ പേടിച്ചു പോയി. ഞാൻ വണ്ടിയിലിരിക്കല്ലേ, ഇത് വലിച്ചോണ്ട് തോട്ട് പോയാലോ. അല്ലേ ഏത് തൊട്ടില് അങ്ങ് ആ കുഴിയില്ലടി, ആ കുഴി തൊട്ട് അവിടൊക്കെ പോകരുത്. അത് വണ്ടി കൊണ്ട് പോകരുത്, അല്ലാതെ വെറുതെ കൊണ്ടുപോകുമ്പോ ശരിയാ. റോട്ടിൽ കൂടിയോ? റോട്ടിൽ കൂടെ പിന്നെ കൊണ്ടോണ്ടേ? അല്ല ആ പാലല്ലടി. ഏതില് അങ്ങനൊക്കെ ഇറങ്ങുമ്പോ ഈ വണ്ടി കൊണ്ട് പോകരുത്. പിന്നെ വണ്ടി പിന്നെ എന്ത് ചെയ്യാനാ? വണ്ടി കൊണ്ട് ഇതിന് ഓടിക്കാൻ പോയതല്ലേ, ഓടിക്കാൻ പോയതാണേ റോട്ടിൽ കൂടെ. ആണ് അപ്പൊ സൈഡിക്ക് പോവുക വണ്ടി പുള്ളിക്കാരന്. ആ ശരി, വണ്ടി റോട്ടിൽ ഇറക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ പറ്റുക? റോട്ടിലല്ല, തോട്ടില്. തോട്ടിക്ക് പോയിട്ടില്ലേ? റോട്ടിൽ തോടിന്റെ സൈഡിക്ക് ഇത് പോവാന്ന്. ഇങ്ങോട്ട് വാ. ഇത് കഴിക്കും, ഇത് ഇത് തൊള്ളയിട്ട്. അതാണ് മെയിനായിട്ട്. ഓ നമ്മ ഓ സമാധാനായി സമാധാനായി. തൽക്കാലപ്പാ ഇത് കെട്ടി. ഓളെ കെട്ടിട്ട് ആ എവിടേക്ക്? ഇതെവിടെ? ആ ഏതുമേ ഈ പിന്നെ ആ ഇവിടെ തൽക്കാലം ഒന്ന് കെട്ടിയിടാനമ്മ. ഞാൻ ഈ വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കട്ടെ. അതിനെ അങ്ങോട്ട് ആ പിന്നെ മറ്റേ മരം ആ മരത്തുമ്മലേ അവിടെ തന്നെ നോക്കാം. ഇതൊക്കെ ശരിയാക്കില്ലേ? ഞാൻ ഈ വണ്ടി എടുത്തക്കട്ടെ. തന്നെ വെച്ചത് പോരെ? എല്ലാം എടുപ്പിച്ചാൽ ഇങ്ങനെ വെക്കണ്ട. വേണ്ട ഇപ്പൊ തൽക്കാലം അങ്ങനെ വെക്കും. പിന്നെ സൽമ കുറച്ച് കുറുമ്പാണ്. നമ്മൾ ആ വണ്ടി കെട്ടിയിട്ട് കണ്ടില്ലേ, അതെന്താ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ ഇറക്കിയിട്ട് കുറേ ദിവസമായില്ലേ. ഇപ്പോൾ പറഞ്ഞില്ലേ, ആ മഴ തുടങ്ങിയ സമയത്ത് ഇറക്കിയിട്ടേ ഇല്ല. ഇറക്കും, പക്ഷെ വണ്ടിയൊന്നും അങ്ങനെ കെട്ടിയില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഇങ്ങനെ ഒരു പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കണം, എന്നാലേ അതിനൊരു ഇതാവുള്ളൂ. ഇതിപ്പോൾ മറന്ന്, അപ്പോൾ അതുകൊണ്ടാണ് ഇന്നെ തോട്ടിൽ തള്ളിയിടാൻ പോയത്. പിന്നെ ഇതാണ് ഞാൻ എഡിറ്റ് ചെയ്യണ റൂം കേട്ടോ. പിന്നെ ഇത് ശരിക്കും ഈ പണിക്കാരെയൊക്കെ സാധനങ്ങൾ വെക്കാനും വളം കൊണ്ടുവന്ന് വെക്കാനും പിന്നെ കൈക്കോട്ട് കത്തിയതൊക്കെ വെക്കാനുള്ള ഒരു ഷെഡാണ് കേട്ടോ. ഇവിടുത്തെ ഒരു സോഫയുണ്ട്, ഒരു പഴയ മോഡൽ കട്ടിലുണ്ട്. ഞാനിങ്ങനെ ഇവിടെ ഇരിക്കും. പിന്നെ ഈ ജനലങ്ങ് തുറന്നിടും. ഇത് കണ്ട, ഇതങ്ങ് തുറന്നിടും. ഇവിടെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ ശല്യങ്ങളൊന്നുമില്ല. പിന്നെ മേളിലും നിറച്ച് കാപ്പിത്തോട്ടം, ആ സൈഡിൽ കാപ്പിത്തോട്ടം, അങ്ങനെ കാപ്പിത്തോട്ടം, എല്ലാം നിറച്ച് കാപ്പിത്തോട്ടവും തോട്ടങ്ങളാണ്. പിന്നെ ഉമ്മയൊക്കെ ആദ്യമായിട്ടാണ് വീഡിയോയിൽ വരുന്നത്, അതാണ് ഇങ്ങനെ ഒരു അന്തം വിട്ട് നിൽക്കുന്നത് അല്ലേ? അല്ലേ? അതുവരെ വന്നിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ. അപ്പൊ ആദ്യമായിട്ടാണ് വന്നത്. ഉപ്പ ആദ്യമായിട്ടാണ് വീഡിയോയിൽ വരുന്നത്. പിന്നെ അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയൊരു മടി ഉണ്ട് അല്ലേ? മടിയൊന്നല്ല. ഉമ്മാക്ക് ഞാനാ. ഇപ്പൊ പിന്നെന്താ അങ്ങോട്ട് നോക്കാത്ത? ഇപ്പൊ ഫുള്ള് തല താത്തിയല്ലോ വർത്തമാനം പറയുന്നത്. അങ്ങോട്ട് നോക്കി കണ്ടോ, നാടാണ്, പക്ഷെ ഇപ്പൊ അത് വിട്ടു തരൂല. കണ്ടോ, അങ്ങോട്ട് തിരിഞ്ഞിട്ട് നോക്ക്. പിന്നെ എല്ലാവരെയും കൂട്ടിയിട്ട് വീഡിയോ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ സൽമയെ കെട്ടണമെന്ന് ഉമ്മ കുറച്ച് ദിവസം കൊണ്ട് പറയുകയാണ്, സൽമയെ ഒന്ന് വണ്ടിയിൽ കെട്ടി ഒന്ന് ചെയ്യാൻ. എന്താ വെച്ചാൽ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മറവി അല്ലേ. ഉമ്മയാണ് സൽമയെ കൂടുതലും നോക്കുന്നത്. പിന്നെ ഉപ്പയാണ് പുറത്തൊക്കെ കെട്ടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവരുണ്ടല്ലോണ്. ഭക്ഷണം കൊടുക്കണമൊക്കെ ഞാനാണ്. ആ പിന്നെ പിന്നെ താഴെ കൊണ്ട് കെട്ടും. ചാണകം പഠിക്കലൊക്കെ ഞാനും ഉണ്ട്. ചാണകം പഠിക്കണത് ഉപ്പയാണ്. അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ജീവിതം. മറ്റേക്കാന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടുകൊടുക്കൂല. അതല്ലേ. പിന്നെ
വൈഫുണ്ട്, വൈഫിൻ്റെ വീട്ടിൽ പോയതാണ്. വൈഫിൻ്റെ വാപ്പാക്ക് സുഖമില്ലായിട്ട് അങ്ങനെ അങ്ങ് പോയി. 2 ദിവസമായി പോയിട്ട്. പിന്നെ പിള്ളേർ സ്കൂളിൽ പോയതാണ്, വന്നിട്ടില്ല. പിന്നെ എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും കമൻറ്റ് കണ്ടില്ലപ്പാ. അതുകൊണ്ട് അത് കാരണം എനിക്കൊരു ഇതുണ്ടായിരുന്നു. എന്ത് പിന്നെ എല്ലാം പറഞ്ഞു കേൾക്കുമ്പോഴേ നമുക്കൊരു സന്തോഷം. പിന്നെ നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ടൗണിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്ത ഉടനെ വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ അതങ്ങനെ കാണാറുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഓരോ വീഡിയോ അദ്ദേഹം കാണുമ്പോഴും പിന്നെ ഞാനും ഇവരും വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന മാറ്റി തന്നെയാണ് നിങ്ങളുടെ ഓരോരോ കമന്റുകളും വരുന്നത്. സൂക്ഷിച്ചു പോകണം, പാമ്പുണ്ടാവും, ഒറ്റയ്ക്ക് പോകരുത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ ഒരു വീഡിയോക്ക് വീട്ടിൽ നിന്ന് പറയുന്ന പോലെയാണ് ഇതുണ്ട്. അതുകൊണ്ട് അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ട്. മോൾക്ക് വേണം. അതിനാ ചെയ്ത കാര്യമാണ് അതെ. അതാ വിഷമായിട്ടോ. അങ്ങനെയൊക്കെയല്ലേ. ഉപ്പൊക്കെ അത് പറഞ്ഞപ്പോഴേ വിഷമായി. ഞാനും പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ വട്ടം നമ്മുടെ വീട്ടിൽ നിന്ന് പറയുന്ന പോലെയാണ് നിങ്ങൾ പറയാന്ന്. അതാ പിന്നെ ഉപ്പാക്ക് വിഷമായി. എന്താ പറയാ വിഷമാകാൻ എന്താ കാര്യം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ ഈ കമന്റുകൾ കാണുമ്പോൾ അതായത് സൂക്ഷിച്ചു പോണേ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വാപ്പയും ഉമ്മയും പറയുന്ന പോലെയാണ് നമുക്ക് കമന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം അത് ഓർത്തിട്ടേ അത് ആലോചിച്ചിട്ട് അങ്ങ് വിഷമിച്ച്. പിന്നെ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ ഞങ്ങൾ ചെറിയൊരു ഫാമിലിയാണ്. എല്ലാവരും കൂടി ഉള്ളപ്പോൾ നമുക്കൊരു വീഡിയോസ് നല്ലൊരു വീഡിയോ എടുക്കണമല്ലോ അമ്മ. അതെ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു വീഡിയോ എടുക്കാം. നമ്മളെ പിള്ളേരെല്ലാരെയും കൂട്ടിയിട്ട് നല്ലൊരു ബിരിയാണി വെച്ചു. ഇപ്പച്ചി നല്ല ബിരിയാണി വെക്കുന്ന ആളാണ്. പിന്നെ ബിരിയാണി വെക്കലാണ് ഇപ്പാടെ മെയിൻ പണി അല്ലേ? അത് പറയപ്പോ. ബിരിയാണി പണിയാണ് എനിക്ക് 10, 28, 29 കൊല്ലായി. ബിരിയാണി നല്ല ദം ബിരിയാണി, അടിപൊളി ബിരിയാണി ഉണ്ടാക്കണം മാസ്റ്റർ ഉണ്ടാ. അതിപ്പോ ഒരു മോശമൊന്നുമില്ല. ഒരു ബിരിയാണിക്കാരൻ, ഞാനും ബിരിയാണിയൊക്കെ വെക്കും. മൂത്തൊരു ബിരിയാണിക്കാരനാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ക്യാമ്പിങ്ങിൽ വെക്കുന്ന അത് നോക്കണ്ട, അത് നമ്മുടെ പരിമിതിയിൽ വെക്കുന്നതല്ലേ. അല്ലാണ്ട് ഞാൻ നല്ല ബിരിയാണിയൊക്കെ വെക്കും. നല്ല ബിരിയാണിക്കാരനാണ്. ഫേമസുകാരാണ് ഞങ്ങള് അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എല്ലാരും ചോദിച്ചിരുന്നു എനിക്ക് ജോലിയൊന്നുമില്ലേ, ജോലിക്ക് എന്താ പോയാല് അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ ഞാൻ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. തൃശ്ശൂരുള്ള ഒരു എക്സ്പോർട്ടിങ് കമ്പനിയിൽ, ഗ്ലോബൽ എന്നാണ് പേര്. ഇപ്പോഴും അവരുമായിട്ട് ബന്ധമൊക്കെ ഉണ്ട്. നല്ല സ്നേഹമാണ്, സൗഹൃദമാണ്. ആക്കൊക്കെ ആയിട്ട് വിളിക്കാറില്ലെങ്കിലും നല്ല സ്നേഹ സൗഹൃദത്തിലാണ്. വിളിക്കലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പോകുന്നില്ല. ഞാൻ കഴിഞ്ഞ വട്ടം ഉരുൾപൊട്ടിയപ്പോൾ വന്നതല്ലേ? കഴിഞ്ഞ വട്ടം ഉരുൾപൊട്ടിയപ്പോൾ വന്നതാണ്. വീട്ടിലപ്പോൾ പ്രത്യേകിച്ച് ആരും ഇല്ലായിരുന്നു. വാപ്പയും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ വാപ്പാക്കാണെങ്കിൽ സുഖമില്ല, ഓരോ ശ്വാസം മുട്ടും, അങ്ങനെ ഉമ്മാക്കും ആണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അവിടുന്ന് ആ ജോലി ഉപേക്ഷിച്ച് പോകുന്നെന്ന് പറയാൻ പറ്റില്ല അല്ലേ? അങ്ങനെ ഉരുൾപൊട്ടലായപ്പോൾ പിന്നെ വീട്ടിലാരും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ ഞാനപ്പോൾ ആ ജോലി ചെയ്ത സമയത്ത് ഒമാനിലായിരുന്നു ജോലി. അപ്പോൾ ആ ജോലി അവിടുന്ന് വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്നതല്ല. പിന്നെ പോന്നപ്പോൾ പിന്നെ പോകാൻ പറ്റിയില്ല അല്ലേ? പിന്നെ തിരിച്ചു പോകാൻ പറ്റിയില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നാട്ടിൽ അധികം ഇല്ല. ഞാൻ വയനാട്ടിലാണ് ജനിച്ചത് എന്നേ ഉള്ളൂ. ഞാൻ കൂടുതലും പത്തനംതിട്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. അടൂര്, പത്തനംതിട്ടയൊക്കെ ആയിരുന്നു. അപ്പോൾ കൊട്ടാരക്കര പോയില്ലേ? അടൂര് ആ ഭാഗത്താണല്ലോ കൊട്ടാരക്കരയൊക്കെ. പിന്നെ അവിടെയൊക്കെ ആയിരുന്നു ജോലി. ഞാനൊരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു, BOC മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഇപ്പം ഞാൻ ആരെങ്കിലും വീഡിയോ കാണുമ്പോൾ ഉണ്ടോ അറിയില്ല. അത് വലിയൊരു കഥയാണ്, അതൊക്കെ പിന്നീട് പറയാം. പിന്നെ അപ്പോൾ ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് ഒരു ജോലി എനിക്ക് ആരും അങ്ങനെ തരാനൊന്നും. വേറെ എന്ത് ജോലി ഇവിടെ ഉള്ളേ? ഇവിടെ കൂലിപ്പണി മാത്രമല്ലേ ഉള്ളൂ. അതിന് പോകാൻ മടി, പറഞ്ഞുവിടാൻ ഞങ്ങൾക്ക് ഒരു മടി. അല്ല, പോകാൻ മടിയായിട്ടില്ല, കൂലിപ്പണി ഒക്കെ ചെയ്യും. പക്ഷെ കൂലിപ്പണി ചെയ്ത് എന്തെങ്കിലും ആവാൻ പറ്റുമോ, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടമല്ലേ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് ഇതിൽ നിന്ന് വല്ലതും സെറ്റ് ആവും എന്നുള്ളൊരു ഇല്ലേ? സെറ്റ് ആവൂലേ? പിന്നെ അതാ അത് എന്നോട് ചോദിക്കാറുണ്ട്, എല്ലാരും ചോദിക്കാറുണ്ട്. ഈ രാത്രി അതല്ല, ഈ രാത്രി ഇങ്ങനെ പോയി നിൽക്കുമ്പോ വീട്ടുകാരെ സപ്പോർട്ട് ഉണ്ടോ, വാപ്പയും എന്ത് പറയണു? സപ്പോർട്ടാണ്, പക്ഷെ പേടിയാണ്. പിന്നെ എന്നാലും ഈ കാണുന്ന മൃഗങ്ങളൊക്കെ ഉണ്ട്, അതാണ്. എന്തെങ്കിലും പുറത്തുനിന്ന് വിളിക്കുന്നുണ്ടോ, കുട്ടി വിളിക്കുന്നുണ്ടോ, മൊബൈൽ തലക്കുമ്പുറത്തായിരിക്കും.
ഞാൻ പിന്നെ വലിയ മലയൊന്നും കയറാൻ പോകുവാണെങ്കിൽ രാത്രി പറയില്ല, ഞാൻ ഇവിടെ അടുത്താണെന്ന് തന്നെ പറയുള്ളൂ. പിന്നെ അപ്പൊ ഞാൻ അതൊരു അറിയുമ്പോ ഒരു ബേജാറാവണ്ടല്ലോ. ശല്യമുണ്ട് വയനാട്ടിൽ കൂടുതല്. അപ്പൊ അത് കാരണങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഓരോരോ കാര്യം ആലോചിച്ചിട്ടും പേടി തന്നെയാണ്. പിന്നെ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും വീണ്ടും ഒരുപാട് പേര് ഹായ് അറിയാൻ വേണ്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ അതെല്ലാം എല്ലാവർക്കും ആയിട്ടോ. ആരും പേര് പറഞ്ഞ് ഹായ് തരാൻ കഴിയാത്തത് കൊണ്ടാണ്. എല്ലാവരും നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടുമുട്ടെന്ന് വിചാരിക്കാം. ആരും നേരിട്ട് കാണാൻ പറ്റില്ലപ്പാ. കാണും, ഇതുപോലെ കണ്ടിട്ടുണ്ട്. റയർ ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ, എല്ലാരും കാണാൻ പറ്റില്ല. എന്താ അറിയോ, ഓരോ സ്ഥലത്ത് കൂടെ പോകുമ്പോഴും അങ്ങനെ കാണാം, കണ്ടിട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അങ്ങനെ അങ്ങനെ പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്ന ആൾക്കാർ കുറെ പേര് ദുബായിലും അവിടെ ഇവിടെ ഒക്കെ അല്ലേ. ഏതെങ്കിലും കാലത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ അറിയില്ലല്ലോ. അത് ശരിയാണ് പറഞ്ഞത്, കണ്ടിട്ടുണ്ടാവും. അതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെയാണ് ജീവിതം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെന്താ, പിന്നെ വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഹായ് പറയാൻ വേണ്ടി ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അവരതെല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനത് അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോ ഈ വീഡിയോയിൽ ഇപ്പൊ എത്രയൊക്കെ ആയില്ലേ, ഇപ്പൊ ഞങ്ങളുടെ കഥ തന്നെ പറഞ്ഞ് കുറെ സമയമായി അല്ലേ. അപ്പൊ എല്ലാവരും കുറെ പേരുണ്ട് കേട്ടോ, കുറെ പേരുണ്ട്, എനിക്കറിയാം. ആരും ഒഴിവാക്കുന്നില്ല, ഞങ്ങൾ രണ്ടാണ്. ഞാൻ വായിച്ചു കൊടുക്കാനാണ് ഈ കമന്റുകള്, വീഡിയോയിലെ കമന്റുകളില്ലേ, എനിക്ക് വിദ്യാഭ്യാസം കുറച്ച് കുറവുണ്ട്, അതാണ്. വിദ്യാഭ്യാസം കുറവുള്ളത് പറയണ്ടായിരുന്നു. അതിന് കുഴപ്പമൊന്നുമില്ല. ഉമ്മക്ക് അങ്ങനെ ഇംഗ്ലീഷും ഇതൊന്നും വായിക്കാനൊന്നും അറിയില്ല. അപ്പൊ ഉപ്പ എന്ത് ചെയ്യും, ഉപ്പ കൂടെ ഇരുന്നിട്ട് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കലാണ്. അല്ലാതെ ഉള്ളത് അങ്ങോട്ട് പറഞ്ഞ വിദ്യാഭ്യാസം ഇല്ല. അങ്ങനെ ഉണ്ടാവലുണ്ട്. ചില കമന്റ് കേൾക്കുമ്പോ ഒരു സന്തോഷം കൊണ്ട് കേട്ടോ, വിഷമം കൊണ്ടല്ല, സന്തോഷം കൊണ്ടോടെ. പക്ഷെ വേറൊരു കാര്യം എന്താ അറിയോ, ഭയങ്കര സപ്പോർട്ടാണ് ഉപ്പയും. ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ സപ്പോർട്ട് എന്താണെന്നറിയോ, എന്തെങ്കിലുമൊക്കെ ആയി തീരുന്നുള്ളൊരു ചിന്താഗതിയാണ് അല്ലേ, അല്ലേ? തീർച്ചയായിട്ടും മരിക്കുന്നതിന് മുന്നേ കാണണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ ഇൻഷാ അല്ലാഹ് കണ്ട് ഇരിക്കും എന്ന് വിചാരിക്കുക. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ അടുത്തൊരു വീഡിയോ എല്ലാരും പിള്ളേരെല്ലാം വന്നിട്ട് വീഡിയോ എടുക്കാം അല്ലേ. പിള്ളേരെ എല്ലാരും വന്നിട്ട് നമുക്കൊരു ബിരിയാണി എങ്ങാനും വെച്ചാലോ ഇവിടെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, എല്ലാരും കൂടി ഫാമിലി, വൈഫും പിള്ളേരും എല്ലാരും വന്നിട്ട് അപ്പയും എല്ലാരും കൂടി നമുക്ക് പുറത്തുനിന്ന് ഒരു ബിരിയാണി വെക്കാം അല്ലേ. കോഴിയൊക്കെ പൊരിച്ചൊരു ബിരിയാണി, സെറ്റപ്പ് ബിരിയാണി. എന്റെ ബിരിയാണി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിത ശൈലി. പിന്നെ ഞാനിവിടെ വന്നിരുന്നിട്ടാണ് രാത്രി എഡിറ്റ് ചെയ്ത്. ഇതൊന്നും നമ്മുടെതല്ല കേട്ടോ, ഇതൊക്കെ നമ്മുടെ ജോർജ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ചേട്ടൻ്റെയാണ്. പിന്നെ ഇവിടെ നമ്മൾ തന്നെയാണ്, നമ്മളൊരു സ്വന്തം പോലെയാണ്, നമ്മളൊരു കുടുംബം പോലുള്ള, നമ്മളൊരു കുടുംബം പോലുള്ള അങ്ങനത്തെ അവരുടെ സ്ഥലമാണ്. പിന്നെ അപ്പൊ ഈ ഷെഡ് 4 പറ അവരെ സ്ഥലമാണ്, അതിന്റെ ഇടയിലാണ് ഞങ്ങള് ഒരു വീട് വെച്ചിട്ടുള്ളത്. അതെ, ഞങ്ങളുടെ വീടിന്റെ ചുറ്റിനും അവരുടെ സ്ഥലമാണ്, അതിന്റെ നടുക്കാണ് ഞങ്ങള്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും അങ്ങനെ ഓരോന്നിനൊക്കെ കൂടുതലും ഞാൻ രാത്രിയൊക്കെ ഇവിടെ വന്നിരിക്കുക. കൂടുതലും ഇവിടെ ആകുമ്പോൾ ഒരു ശല്യം ഒന്നുമില്ലല്ലോ, ഈ ജനൽ തുറന്നിടും, ഈ ഡോർ അങ്ങ് ചാരും. പിന്നെ രാത്രിയൊന്നും അങ്ങനെ പുറത്തിറങ്ങിയിരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ പുലിയുടെ ശല്യം ഇവിടെ ഈ മുറ്റത്ത് പുലി വന്നതാ ഇപ്പൊ അല്ലേ. ഇത് നമ്മുടെ ഈ മുറ്റല്ലേ, ഇപ്പൊ ഈ സൽമയെ വണ്ടി കെട്ടിയേ ഇവിടെ വന്നതാ പുലി. ഞാൻ പുലി അന്ന് പറഞ്ഞപ്പാ ഇവിടെ വരെ പുലി വന്നു. ഞാൻ രാവിലെ ഒരു ദിവസം ഇതുപോലെ തന്നെ കടയിൽ പോകാൻ വേണ്ടി നോക്കുമ്പോൾ വലിയൊരു കാൽപ്പാട്, പന്തില്ലാത്തൊരു ചവിട്ടി, ഒരു വഴുക്കലും. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഇത്രയുണ്ട് കാൽപ്പാട്. അപ്പുറത്തൊരു വീട്ടില് പുലി വന്നിരുന്നു, ഒരു പശുവിനെയൊക്കെ പിടിച്ചു. അപ്പൊ അവിടെ പോയി കണ്ടത് ഈ കാൽപ്പാടല്ലേ. എന്നിട്ട് അവരൊക്കെ വിളിച്ച് കൺഫേം ചെയ്തപ്പോ സംഭവം പുലിന്റെ തന്നെ. ഇവിടെ വരെ വന്നു. ഞങ്ങൾ എന്തായാലും ഇവിടെ ഹാപ്പിയാണ്, ഞങ്ങൾ സെറ്റാണ് അല്ലേ, കുഴപ്പമൊന്നുമില്ല, ഹാപ്പി തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ എന്ന് പറഞ്ഞാൽ വാപ്പാടെയും ഉമ്മാടെയും സൽമയുടെയും എന്റെ വിശേഷം അല്ലേ. ഇനിയിപ്പോ വൈഫും പിള്ളേരൊക്കെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ബിരിയാണി ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാം അല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കമന്റിലുള്ള റിപ്ലൈ ഞാൻ തരാം കേട്ടോ. കമന്റ് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നത്, എല്ലാവരും ഹായ് പറയാനുള്ളത് എല്ലാവരും ഉണ്ട്. അതൊന്നും ഞാൻ ഇപ്പൊ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇതിനകത്ത് ആഡ് കുറെ സമയമായില്ലേ, ലെങ്ത് ആയില്ലേ. പിന്നെ ഇതാണെങ്കിൽ പിന്നെ ആർക്കും അങ്ങനെ പെട്ടെന്ന് ഒരു ക്യാമ്പിംഗ് വീഡിയോ അല്ലല്ലോ, നമ്മുടെ ഒരു വിശേഷമല്ലേ. അപ്പൊ അങ്ങനെ ആരും അങ്ങ് കാണൂല്ലല്ലോ. പിന്നെ അതിനോട് ഇഷ്ടമുള്ളവർ മാത്രമല്ലേ കാണുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും അത് അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം അല്ലേ, ബാക്കിയുള്ളതെല്ലാം. അപ്പൊ നമുക്കൊന്ന് വിട്ടാലോ. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നമസ്കാരം. ഇതെടുക്കണ്ടോ ഈ കത്തി?
കത്തി ചെടി ഇത് ആരുടെ കത്തി? അത് പിടിച്ച കത്തിയാണ് അതുകൊണ്ട് അത് കഴിഞ്ഞ് ഇത് അടക്കട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇത് അടച്ചിട്ട് വിടാനുള്ള പരിപാടി കേട്ടോ. പിന്നെ എന്നിട്ട് എടുക്കുന്നത് പോവാ. അടുത്ത് ഇന്ന് കൊണ്ട് പോവോ? അപ്പൊ ഓക്കെ പോവല്ലേ? ഒരു ടാറ്റ കൊടുത്തോളാം എല്ലാവർക്കും. ഞാൻ ക്യാമറ എടുത്തിട്ട് വരാം.